പ്രിയമുള്ള കുട്ടികളെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 16ാമത്തെ പാർട്ടിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അതായത് സെക്സ് ഡിറ്റർമിനേഷൻ. The mechanism of sex determination has always been a puzzle before the geneticist. ഇപ്പോൾ ജനിതകശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്സ് ഡിറ്റർമിനേഷൻ വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു, ഒരു കീറാമുട്ടി തന്നെയായിരുന്നു. സെക്സ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലൂ ലഭിച്ചത് ഇൻസെക്റ്റിൽ നടത്തിയ ഗവേഷണത്തിൽ നിന്നാണ്. 1891 ഹെൻഗിങ് സ്പെർമാറ്റോജനസിസുമായി ബന്ധപ്പെട്ട് ഇൻസെക്റ്റിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയുണ്ടായി. അതിൽ 50% സ്പേമിൽ സ്പെസിഫിക് ന്യൂക്ലിയർ സ്ട്രക്ചർ അദ്ദേഹം കണ്ടെത്തി. 50% സ്പേമിൽ അത് കണ്ടതുമില്ല. അദ്ദേഹം അതിന് എക്സ് ബോഡി എന്ന് പേര് നൽകുകയും ചെയ്തു. ആ എക്സ് ബോഡി എന്നതാണ് പിൽക്കാലത്ത് എക്സ് ക്രോമസോം എന്ന പേരിൽ അറിയപ്പെട്ടത്. നമുക്കൊന്നുകൂടെ പറയാം. ഹെൻഗിങ് ഇൻ 1891 observed that during spermatogenesis 50% of sperm receive a specific nuclear structure and the other 50% did not receive it. Hengin gave a name to the nuclear structure as the X-body, but he could not explain what X-body was. ഇവിടെ 50% അദ്ദേഹം കണ്ടെത്തിയത് സ്പെസിഫിക് ന്യൂക്ലിയർ സ്ട്രക്ചറാണ്. അദ്ദേഹം അതിന് എക്സ് ബോഡി എന്ന പേര് നൽകുകയുണ്ടായി. ബട്ട് ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വാട്ട് എക്സ് ബോഡി വാസ്. പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ കഴിഞ്ഞില്ല. ഫർദർ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദി എക്സ് ബോഡി ഈസ് എ ക്രോമസോം ആൻഡ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഗിവ് ദ നെയിം എക്സ് ക്രോമസോം. അതാണ് പിന്നീട് പിൽക്കാലത്ത് എക്സ് ക്രോമസോം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, ഹെൻഗിങ് എന്ന സയൻറ്റിസ്റ്റ്. ഇയർ ഓർക്കുക, 1891. അദ്ദേഹമാണ് എക്സ് ബോഡി കണ്ടെത്തുന്നത്. ഏതിലാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്? ഇൻസെക്റ്റിലാണ് അദ്ദേഹം ഗവേഷണം നടത്തുകയത്. ഇനി പ്രധാനപ്പെട്ട സെക്സ് ഡിറ്റർമിനേഷൻ ഏതൊക്കെയാണെന്നാണ് നമുക്കറിയേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ആനിമൽസ്. അതിലൊന്നാണ് XX-XO മെക്കാനിസം. അത് കാണപ്പെടുന്നത് ഇൻസെക്റ്റിലാണ്. ഗ്രാസ് ഹോപ്പർ ആണ് എക്സാമ്പിളായിട്ട് പറയാവുന്നത്. മറ്റൊന്ന് XX-XY മെക്കാനിസമാണ്. അത് കാണപ്പെടുന്നത് ബേർഡ്സിലാണ്. മറ്റൊന്ന് ZZW മെക്കാനിസം. അത് ഡ്രോസോഫില്ലയാണ് എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുന്നത്. മറ്റൊരു മെക്കാനിസം എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷനാണ്. അത് കാണപ്പെടുന്നത് ഹണി ബീയിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസ്? ഒന്ന് XX-XO മെക്കാനിസം, എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ. മറ്റൊന്ന് XX-XY മെക്കാനിസം, ബേർഡ്സ്. മറ്റൊന്ന് ZZW മെക്കാനിസം, ഡ്രോസോഫില്ല. മറ്റൊരു മെക്കാനിസമാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. അത് കാണപ്പെടുന്നത് ഹണി ബീയിലാണ്. പ്രധാനമായും ജീവികളിൽ 2 ടൈപ്പ് ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്. ആട്ടോസോംസ് അഥവാ ബോഡി ക്രോമസോം, മറ്റൊന്ന് അല്ലോസോംസ് അഥവാ സെക്സ് ക്രോമസോംസ്. ദി ക്രോമസോംസ് ദാറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ആർ കോൾഡ് സെക്സ് ക്രോമസോംസ് ഓർ അല്ലോസോംസ്. അപ്പോൾ ഒരു ജീവിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് നിർണ്ണയിക്കുന്ന
ആ ക്രോമസോമിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോം അഥവാ അല്ലോസോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ദേ ഇൻക്ലൂഡ് എക്സ് ആൻഡ് വൈ ക്രോമസോംസ്. ഇനി ആട്ടോസോംസ് ആർ ക്രോമസോംസ് അതർ ദാൻ സെക്സ് ക്രോമസോംസ്. നമ്പർ ഓഫ് ആട്ടോസോം ഈസ് സെയിം ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ആട്ടോസോമിൻ്റെ എണ്ണം മെയിലിലും ഫീമെയിലും എങ്ങനെയായിരിക്കും? ഒരുപോലെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്സ് ക്രോമസോം ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ആർ കോൾഡ് സെക്സ് ക്രോമസോംസ് ഓർ അല്ലോസോംസ്. 2 ടൈപ്പ് ക്രോമസോംസ് ആണ്. ഏതൊക്കെയാണ്? ആട്ടോസോംസ് അഥവാ ബോഡി ക്രോമസോംസ്, മറ്റൊന്ന് അല്ലോസോംസ് അഥവാ സെക്സ് ക്രോമസോംസ്. ഇനി അടുത്തതായി നമ്മൾ വിവിധ തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പറയാൻ പോവുകയാണ്. ആദ്യം XX-XO മെക്കാനിസമാണ് പറയുന്നത്. In many insects and roundworms, XX-XO sex determining mechanism is seen. അപ്പോൾ ഇൻസെക്റ്റിലൊക്കെ സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഒരു മെക്കാനിസമാണ് XX-XO ടൈപ്പ് മെക്കാനിസം. ഹിയർ ഫീമെയിൽ പ്രൊഡ്യൂസ് 1 ടൈപ്പ് ഓഫ് എഗ് വിത്ത് 1 എക്സ് ക്രോമസോം. അപ്പോൾ ഫീമെയിൽ ഒരു ടൈപ്പ് സെക്സ് ക്രോമസോമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഏതാണ്? എക്സ് ടൈപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ മെയിലാണെങ്കിൽ 2 ടൈപ്സ് ഓഫ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. 1 വിത്ത് എക്സ് ക്രോമസോം ആൻഡ് ദി അതർ വിത്തൗട്ട് ആൻ എക്സ് ക്രോമസോം. അപ്പോൾ ഒന്നിൽ എക്സ് ക്രോമസോം ഉള്ള സ്പേമും ഉണ്ട്, മറ്റൊരു വിഭാഗം സ്പേമിൽ എന്തോ ഇല്ല, എക്സ് ക്രോമസോം ഇല്ലാത്ത സ്പേമും ഉണ്ടായിരിക്കും. അങ്ങനെ 2 ടൈപ്പിലുള്ള സ്പേമാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസെക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് XO ടൈപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് പറയാം. മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സ്പേം. എങ്ങനെയൊക്കെയാണ്? ഒന്നിൽ എക്സ് ക്രോമസോം ഉണ്ടായിരിക്കും, മറ്റതിൽ എങ്ങനെയായിരിക്കും? വിത്തൗട്ട് ആൻ എക്സ് ക്രോമസോം. അതാണ് നമ്മൾ O എന്ന് കൊടുത്തിരിക്കുന്നത്. ആബ്സെൻ്റ് ആയിട്ടുള്ളതാണ്. എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ O എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതാണ് സ്പേമിന്. 11 കൊടുത്തിരിക്കുന്ന ആട്ടോസോമിൻ്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അതുകൊണ്ട് മെയിൽ നമുക്ക് ഹെറ്ററോഗമാറ്റിക് എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് പലതരത്തിലാണെങ്കിൽ അതിനെ ഹെറ്ററോഗമാറ്റിക് എന്ന് നമുക്ക് പേരിൽ അറിയാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ആയതുകൊണ്ട്. ഇനി ഫീമെയിൽ നോക്കിക്കേ, ഒരു ടൈപ്പ് ഗ്യാമേറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, എഗ്ഗ്. ഏതാണ്? എക്സ് ടൈപ്പ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ ഹോമോഗമാറ്റിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഫ്യൂസ് ചെയ്ത് അടുത്ത തലമുറ ഉണ്ടാകും നമുക്ക് കാണാൻ കഴിയും. സ്പേം എക്സ് ക്രോമസോം ഉള്ളതും ഫീമെയിലിൻ്റെ എക്സ് ഉള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് XX ഫീമെയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പേം O ടൈപ്പ് എക്സ് ഫീമെയിലിൻ്റെ എക്സ് ക്രോമസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് XO ടൈപ്പ് അതേതായിരിക്കും ഫോം ചെയ്യുന്നത്? മെയിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് XX-XO ടൈപ്പ് മെക്കാനിസം, സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് സാധാരണഗതി കാണപ്പെടുന്നത് ആരിലാണ്? ഇൻസെക്റ്റിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. റൗണ്ട് വേംസിലും ഉണ്ട്. അപ്പോൾ ഇൻസെക്റ്റിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് XX-XO മെക്കാനിസം. ഇവിടെ മെയിലാണ് ഹെറ്ററോഗമാറ്റിക്. കാരണം എന്താണ്? 2 ടൈപ്പ് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നിൽ എക്സ് ടൈപ്പ് ഉള്ള സ്പേമും ഉണ്ട്, മറ്റതിൽ സെക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അതിന് നമ്മൾ O ടൈപ്പ് എന്ന പേര് കൊടുത്തത്. ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഗ്യാമേറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഹോമോഗമാറ്റിക് എന്ന പേരിലും അറിയപ്പെടുന്നത്. അതാണ് XX-XO ടൈപ്പ് മെക്കാനിസം. അപ്പോൾ അടുത്ത മെക്കാനിസം നമുക്ക് പഠിക്കാനുള്ളത് XX-XY ടൈപ്പ് മെക്കാനിസമാണ്. അത് സാധാരണഗതിയിൽ കാണപ്പെടുന്നത് ആരിലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമനിലും ഉണ്ട്. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ മാമൽസിലും ഡ്രോസോഫില്ലയിലും XX-XY മെക്കാനിസമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ക്രോമസോമിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. XY ക്രോമസോമിനെയും കാണാം, XX ക്രോമസോമിനെയും കാണാം.
അപ്പോൾ ആ രണ്ട് മെക്കാനിസവും കാണപ്പെടുന്നത് എക്സാമ്പിളായിട്ട് ആരിലാണ്? മാമൽസിലും ഡ്രോസോഫില്ലയിലുമാണ് കാണപ്പെടുന്നത് ഈ രീതിയിലുള്ള മെക്കാനിസം. ദി ക്രോമസോം പാറ്റേൺ ഇൻ ഫീമെയിൽ ഈസ് XX ആൻഡ് ദാറ്റ് ഇൻ ദി മെയിൽ ഈസ് XY. അപ്പം മെയിലിൽ XYയും ഫീമെയിൽ എങ്ങനെയാണ്? XX-ഉമാണ്. അപ്പോൾ ഇവിടെ ഹെട്രോഗമാറ്റിക് ആരാണ്? മെയിലാണ് ഹെട്രോഗമാറ്റിക്. കാരണം എന്താണ്? മെയിൽ പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്സ് ക്രോമസോം. ഏതൊക്കെയാണ്? എക്സും വൈയും. അപ്പോൾ ഫീമെയിൽ ആണെങ്കിലോ ഓൺലി വൺ ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോമാണ്. ഏതാണ്? എക്സ് ടൈപ്പ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തോ പറയാൻ കഴിയും? അത് ഹോമോഗമാറ്റിക് ആണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഫീമെയിൽസ് ആർ ഹോമോഗമാറ്റിക് വിത്ത് ഓൺലി എക്സ് ക്രോമസോം ആൻഡ് മെയിൽസ് ആർ ഹെട്രോഗമാറ്റിക് ആൻഡ് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ് വിത്ത് എയ്തർ എക്സ് ഓർ വൈ ക്രോമസോം. ഇപ്പോൾ സ്പേം എന്ന് പറയുമ്പോഴത്തേക്കും 50% എക്സ് ക്രോമസോം അടങ്ങിയതാണെങ്കിൽ ബാക്കി 50% എങ്ങനെയായിരിക്കാം? വൈ ക്രോമസോം അടങ്ങിയ സ്പേമോ ആയിരിക്കും. The XY zygote will be formed if the Y chromosome carrying male gamete fuses with the S gamete of female and the child thus formed is male. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് XY സൈഗോട്ട് ഫോം ചെയ്യുന്നത്? വൈ ക്രോമസോം, മെയിലിൻ്റെ വൈ ക്രോമസോമും ഫീമെയിലിൻ്റെ എക്സ് ക്രോമസോമും കൂടെ ഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ XY ആകും. അത് ഏത് ചൈൽഡായിരിക്കും ഉണ്ടാകുന്നത്? മെയിലായിരിക്കും. കുട്ടി ആൺകുട്ടിയായിരിക്കും. XY ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ കുട്ടി ആണായിരിക്കും, മെയിൽ ആയിരിക്കും. ഫീമെയിൽ ചൈൽഡ് വിൽ ബോൺ ഫ്രം XX സൈഗോട്ട്. ദി എക്സ് ഗ്യാമേറ്റ് ഓഫ് ഫീമെയിൽ ഫ്യൂസസ് വിത്ത് എക്സ് ഗ്യാമേറ്റ് ഓഫ് ദി മെയിൽ. മെയിലിൻ്റെ എക്സ് ഗ്യാമേറ്റും ഫീമെയിലിൻ്റെ എക്സ് ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് XX സൈഗോട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി എങ്ങനെയാവും? അത് ഫീമെയിൽ ആകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആരാണ്? മാമൽസും ഡ്രോസോഫില്ലയും XX XY മെക്കാനിസത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്ത് വരച്ച് എഴുതാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഇനി അടുത്ത സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് ZZZW മെക്കാനിസം. അതിന് എക്സാമ്പിൾ ബേർഡ്സ് ആണ്. This type of sex determination is mainly seen in birds. ഇവിടെ ഒരു വ്യത്യാസം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ മാൻ, ഡ്രോസോഫില്ല, ഇൻസെക്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? മെയില് ഹെറ്ററോഗമാറ്റിക് ആയിരുന്നു അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്സ് ക്രോമസോം ആരിലായിരുന്നു? മെയിലായിരുന്നു. ഫീമെയിൽ എങ്ങനെയായിരുന്നു? ഹോമോഗമാറ്റിക്കുമായിരുന്നു. ഇവിടെ നോക്കിക്കേ, വ്യത്യാസം നോക്കിക്കേ. മെയിൽ ഹോമോഗമാറ്റിക്കാണ്, ഫീമെയിൽ ഹെറ്ററോഗമാറ്റിക്കുമാണ്. അതായത് മെയിൽ ഒരേ ടൈപ്പിലുള്ള ഗ്യാമേറ്റും സെക്സ് ക്രോമസോം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ഹെറ്ററോഗമാറ്റിക്കുമാണ്. ഹിയർ ഫീമെയിൽസ് ആർ ഹെറ്ററോഗമാറ്റിക്. ദേ പ്രൊഡ്യൂസ് 2 types of eggs, one with Z chromosome and the other with W chromosome. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്? ഫീമെയിൽ ഹെറ്ററോഗമാറ്റിക് ആണ്. ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇസഡും W ടൈപ്പാണ് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൽ ഹോമോഗമാറ്റിക് ആണ്. പ്രൊഡ്യൂസ് സ്പേംസ് വിത്ത് ഓൺലി Z ക്രോമസോം. Z അതാണ് മെയിൽ. Z എന്ന് പറയുന്ന ഒരേ ടൈപ്പ് സ്പേം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ബേഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മെയിൽ ഹോമോഗമാറ്റിക് ആണ്. അപ്പോൾ ഫ്യൂസ് ചെയ്യുന്നത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കണം. സ്വന്തമായിട്ട് ഇതേപോലെ വരച്ചെഴുതാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഫ്യൂഷനോ Z സ്പേം വിത്ത് Z എഗ് പ്രൊഡ്യൂസ് എങ്ങനെയാണ്? Z മെയിൽ. ദെൻ ഫ്യൂഷൻ ഓഫ് Z സ്പേം വിത്ത് W എഗ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ZW ഫീമെയിൽ. Thus in birds the egg is responsible for the sex of the chicks. But thus in birds egg is responsible for the sex of the chicks. ഇപ്പോൾ ഇവിടെ പിന്നെ എഗ്ഗാണ് ഇവിടെ സെക്സ് നിർണ്ണയിക്കുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ മാൻ, ഡ്രോസോഫില്ല, ഇൻസെക്റ്റിലൊക്കെ ആരായിരുന്നു സെക്സ് ഡിറ്റർമിൻ ചെയ്തത്?
സ്പേമാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്തതെങ്കിൽ ബേർഡ്സിൽ സെക്സ് ഡിറ്റർമിൻ ചെയ്തത് ആരാണ്? എഗ്ഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ മെക്കാനിസം ഏതാണ്? ഇസഡ് ഡബ്ല്യു മെക്കാനിസമാണ്. മെയിൽ ഹോമോഗമാറ്റിക് ആണ്, ഫീമെയിൽ ഹെറ്ററോഗമാറ്റിക്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീ ആണ്. The sex determination in honeybee is based on the number of sets of chromosomes an individual receives. അപ്പോൾ ഒരു ഓർഗാനിസത്തിൽ എത്രമാത്രം ക്രോമസോംസ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. Offsprings formed from the union of a sperm and an egg develops as a female bee, that is queen or worker. അപ്പോൾ എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസ് ചെയ്ത് ആണ് ഏത് ഫോം ചെയ്യുന്നത്? ക്വീൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫീമെയിൽ ബി ഫോം ചെയ്യുന്നത്. വർക്കർ അല്ലെങ്കിൽ ക്വീൻ രണ്ടും ഫീമെയിൽസാണ്. ഫീമെയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സ്പേമും എഗ്ഗും കൂടെ ഫെർട്ടിലൈസ് ചെയ്താണ് ഫോം ചെയ്യുന്നത്. പക്ഷേ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഡെവലപ്സ് ആസ് എ മെയിൽ ഈസ് അതർവൈസ് നോൺ ആസ് ഡ്രോൺ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ്ഗാണ് ഡെവലപ്പ് ചെയ്ത് ആരായി മാറുന്നത്? മെയിലായി മാറുന്നത്. ദറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഡ്രോൺ. ആ പ്രതിഭാസത്തിന് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നുണ്ട്. പാർത്തനോ ജനസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീ ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. In honeybee, male have half the number of chromosomes than that of a female. അപ്പോൾ അവിടുത്തെ വരച്ചെഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഫീമെയിൽ എത്രയാണ് ക്രോമസോം കൊടുത്തിരിക്കുന്നത്? ഡിപ്ലോയിഡ് ആണ്, 32 ക്രോമസോംസ് കാണിച്ചിട്ടുണ്ട്. മെയിലിന് എത്രയുണ്ട്? 16 ആണ്, 16 ക്രോമസോംസേ കാണുന്നുള്ളൂ. അപ്പോൾ ഇൻ ഹണി ബീ മെയിൽ ഹാവ് ഹാഫ് ദി നമ്പർ ഓഫ് ക്രോമസോംസ് ദാൻ ദാറ്റ് ഓഫ് എ ഫീമെയിൽ. അപ്പം മെയിലിന് ഫീമെയിലിൻ്റെ ക്രോമസോമിൻ്റെ പകുതിയേ ഉള്ളൂ, 16 ക്രോമസോംസേ ഉള്ളൂ. അതുകൊണ്ട് ഫീമെയിൽസിനെ നമുക്ക് എന്തോ പറയാം? ഡിപ്ലോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. 2n എന്നും പറയും. 2 × 16 എത്രയാണ്? 32. ദ ഫീമെയിൽസ് ആർ ഡിപ്ലോയിഡ് ഹാവിങ് 32 ക്രോമസോംസ് ആൻഡ് മെയിൽസ് ആർ ഹാപ്ലോയിഡ്. അപ്പോൾ മെയില് ഹാപ്ലോയിഡ് ആണ്, 16 ക്രോമസോംസേ ഉള്ളൂ. ഹാവിങ് 16 ക്രോമസോം. ദിസ് ഈസ് കാൾഡ് ആസ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ സിസ്റ്റം ആൻഡ് ഹാസ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സച്ച് ആസ് ദി മെയിൽ പ്രൊഡ്യൂസ് സ്പേംസ് ബൈ മൈറ്റോസിസ്. അപ്പോൾ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. മെയില് മൈറ്റോസിസിൽ കൂടെയാണ്. മെയിൽ ഹാപ്ലോയിഡ് ആണ്. അതിൻ്റെ ബോഡിയിലെ ഓരോ സെല്ലിലും എത്ര ക്രോമസോംസ് വീതമേ ഉള്ളൂ? 16 വീതമേ ഉള്ളൂ. അപ്പോൾ അത് മൈറ്റോസിസിൽ കൂടെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് sperms by mitosis. Male do not have father and thus cannot have sons, but have a grandfather and can have a grandson. അപ്പോൾ മെയിലിന് ആരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫാദർ ഇല്ല, പക്ഷേ ആൺമക്കളുമില്ല. and cannot have son but have ഗ്രാൻഡ്ഫാദറും ഉണ്ട്. ആൻഡ് ക്യാൻ ഹാവ് ഗ്രാൻഡ് സൺ. ഗ്രാൻഡ്ഫാദറും ഗ്രാൻഡ് സണ്ണും ആർക്കുണ്ട്? മെയിലിനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വരച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫീമെയിൽ ഡിപ്ലോയിഡ് ആണ്, 32 ക്രോമസോംസ് ഉണ്ട്. മിയോസിസ് നടന്നിട്ട് 16 ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ മെയിലാണെങ്കിൽ എങ്ങനെയാണ്? മൈറ്റോസിസ് നടന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, 16 ആണ്. അപ്പോൾ ഫീമെയിലിൻ്റെ ആ 16 ക്രോമസോം ഉള്ള എഗ്ഗും മെയിലിൻ്റെ ആ 16 ഉള്ള സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 32 ക്രോമസോം ഉള്ള ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്. അതാണ് ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ആയിട്ട് മാറുന്നത്. ഫീമെയിൽ ഡെവലപ്പ് ചെയ്യുന്നു. മെയിൽ ആരായിട്ട് മാറുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കാത്ത 16 ക്രോമസോം ഉള്ള ആ എഗ്ഗാണ് ഡെവലപ്പ് ചെയ്ത് ആരായിട്ട് മാറുന്നത്? മെയിലായിട്ട് മാറുന്നത്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ്. അതിനെത്ര ക്രോമസോംസ് ആണുള്ളത്? 16 ക്രോമസോംസ്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീ ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഹണി ബീയിലെ സെക്സ് ഡിറ്റർമിനേഷൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. പേരൻസ് എങ്ങനെയാണ്? ഫീമെയിൽ 32, മെയിൽ 32 ക്രോമസോമാണ്, മെയിലിന് 16 ക്രോമസോമാണ്. അപ്പോൾ ഫീമെയിലിലെ മിയോസിസ് നടക്കുന്നു.
ഗ്യാമേറ്റിൽ എങ്ങനെയാണ് 16 വീതം ആണ് ക്രോമസോംസ് ഉള്ളത്. മെയിലാണെങ്കിൽ മൈറ്റോസിസ് നടക്കുന്നു 16 ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് ആരായിട്ട് വരുന്നു? മെയിലാണ്. അതിനെത്ര ക്രോമസോമാണ്? 16 ആണ്. ഫീമെയിലാണെങ്കിൽ ആ എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസ് ചെയ്ത് 32 ക്രോമസോമുള്ള ഫീമെയിലായിട്ട് മാറുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ സെക്സ് ഡിറ്റർമിനേഷൻ ഹണി ബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ഡു നോട്ട് ഹാവ് ഫാദർ, നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ദസ് കനോട്ട് ഹാവ് സൺസ് ബട്ട് ഹാവ് എ ഗ്രാൻഡ് ഫാദർ ആൻഡ് ക്യാൻ ഹാവ് ഗ്രാൻഡ് സൺ. അതാണ് നമ്മുടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. മെയിൽ 16 ക്രോമസോംസ് ആണ്. മൈറ്റോസിസ് നടക്കുന്നു. 16 ക്രോമസോംസ് അതിൽ നിന്ന് ഫീമെയിലാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? 32. അപ്പോൾ സണ്ണില്ല, ഉണ്ടാകുന്നില്ല. ഫീമെയിൽ മാത്രമേ മെയിലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫീമെയിൽ മിയോസിസ് നടന്നതിന് ശേഷം അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ്ഗ് വളർന്ന് ആരായിട്ട് മാറുന്നു? മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് മെയിൽ ഡു നോട്ട് ഹാവ് ഫാദർ, ഫാദർ ഇല്ല മെയിലിന്, പക്ഷേ കനോട്ട് ഹാവ് സൺ, സണ്ണും ഇല്ല, പക്ഷേ ഗ്രാൻഡ് ഫാദറും ഉണ്ട്, ഗ്രാൻഡ് സണ്ണും ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? അതായത് സെക്സ് ഡിറ്റർമിനേഷനാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പഠിച്ചത്. അതിൽ ഹെൻഗിങ് ഇൻസെക്റ്റിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആദ്യം എക്സ് ബോഡിയാണ് കണ്ടെത്തിയത്. അതാണ് പിന്നീട് എക്സ് ക്രോമസോം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നീട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നമ്മൾ പഠിക്കുകയുണ്ടായി. അതൊക്കെയായിരുന്നു എക്സ് എക്സ് ഒ ടൈപ്പ് നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെ എക്സ് വൈ, എക്സ് ഒ ടൈപ്പ് ആരിലായിരുന്നു? ഇൻസെക്ട്സ്, ഗ്രാസ് ഹോപ്പറൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെ എക്സ് വൈ കണ്ടീഷൻ, അത് ഹ്യൂമൻ, നമ്മളിലൊക്കെ ആ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ്. ഡ്രോസോഫില്ലയിലും അതേ രീതിയിലുള്ള മെക്കാനിസമാണ്. പിന്നീട് നമ്മൾ പക്ഷേ അവിടെയൊക്കെ മെയിൽ ഹെറ്ററോഗമാറ്റിക്കാണ്, ഫീമെയിൽ എങ്ങനെയായിരുന്നു? ഹോമോഗമാറ്റിക്കുമായിരുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് പിന്നെ ബേർഡ്സിൻ്റെ സെക്സ് ഡിറ്റർമിനേഷനാണ്. അതിൽ എങ്ങനെയായിരുന്നു? ഫീമെയിൽ എങ്ങനെയാണ്? ഡിസ്സിമിലർ ക്രോമസോംസ് ആയിരുന്നു. ഫീമെയിലായിരുന്നു ഹെറ്ററോഗമാറ്റിക്. മെയില് ഇസഡ് ക്രോമസോം ആയിരുന്നു, സിമിലർ ക്രോമസോം ആയിരുന്നു. അതുകൊണ്ട് എങ്ങനെയായിരുന്നു? ഹോമോഗമാറ്റിക് കണ്ടീഷനായിരുന്നു. പിന്നീട് നമ്മൾ അവസാനം പഠിച്ചത് ഏതായിരുന്നു? ഹണി ബീയിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമായിരുന്നു. അത് എങ്ങനെയായിരുന്നു? ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം, ആ രീതിയിലുള്ള സംവിധാനമാണ് നമ്മളവിടെ കണ്ടത്.